ഹരി ഓം. അക്രൂരനോടൊത്ത് പോകുന്ന കണ്ണനെ നോക്കി ഗോപികമാർ വിതുമ്പി. പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണാ, വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണാ. നന്ദ യശോദ കുമാരാ കിശോരാ, വൃന്ദാവനവാസി അല്ലേ നീ കണ്ണാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 73. ഭഗവാന്റെ മഥുരായാത്ര. വൃത്തം വസന്തമാലിക. ശ്ലോകം 1. നിശമയ്യതവാധയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്തഃ. കിമിദം കിമിദം കഥം ന്വതീമാഘ, സമവേദാ പരിദേവിതാന്യകുർവൻ. ഒരിക്കൽ കൂടി. നിശമയ്യതവാധയാനവാർത്താം വൃഷമാർത്താ പശുപാലബാലികാസ്തഃ. കിമിദം കിമിദം കഥം ന്വതീമാഘ, സമവേദാ പരിദേവിതാന്യകുർവൻ. നിശമയ്യ തവ അധയാനവാർത്താം. അങ്ങയുടെ യാത്രയുടെ വൃത്താന്തം കേട്ടിട്ട് ഭ്രശം ആർത്ത ഏറ്റവും ആർത്തരായി ദുഃഖിതരായി, പശുപാല ബാലിക താ ആ ഗോപാല ബാലികമാർ. കിമിതം കിമിതം എന്താണിത് എന്താണിത്, കഥംനു ഇതെങ്ങനെ ഭവിച്ചു, ഇതി ഇമ ഇപ്രകാരം ഇവർ, സമവേദ ഒത്തുചേർന്നിട്ട്, പരിദേവിധാനി പരിദേവനങ്ങളെ വിലാപനങ്ങളെ കുർവൻ ചെയ്തു വിലപിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ഭഗവാന്റെ യാത്രാവിവരം കേട്ടിട്ട് ഏറ്റവും ആർത്തരായ ആ ഗോപബാലികമാർ ഒരുമിച്ചൊത്തുകൂടിയിട്ട് ഇതെന്താണിത് എന്നിങ്ങനെ പറഞ്ഞ് വിലപിച്ചു. ശ്ലോകം 2. കരുണാനിധിരേഷ നന്ദസൂനുകോ, കഥമസ്മാൻ വിസൃജേതനന്യനാഥഃ. ബദന കിമു ദൈവമേവമാസീദ്, ഇതി സാത്വദ്ഗതമാനസാ വിലേപുകു. ഒരിക്കൽ കൂടി. കരുണാനിധിരേഷ നന്ദസൂനുകോ, കഥമസ്മാൻ വിസൃജേതനന്യനാഥഃ. ബദന കിമു ദൈവമേവമാസീദ്, ഇതി താത്വദ്ഗതമാനസാ വിലേപുകു. കരുണാനിധി കരുണാനിധിയായ ഏഷ നന്ദസൂനു ഈ നന്ദഗോപപുത്രൻ ശ്രീകൃഷ്ണൻ, കഥം അസ്മാൻ എങ്ങനെയാണ് നമ്മളെ, വിസൃജേത് ഉപേക്ഷിക്കുക, അനന്യനാഥ മറ്റാരും തന്നെ നാഥനായിട്ടില്ലാത്ത, ബധ കഷ്ടം, നക്കിമു ദൈവമേവം എങ്ങനെയാണ് നമ്മുടെ ദൈവത്വം, വിധി ആസീത് ഇങ്ങനെയായത്, ഇതി ഇപ്രകാരം, താ അവർ, ത്വദ്ഗതമാനസ അങ്ങയിൽ തന്നെ ഗതമാനസരായി, വിലേബുഹു വിലപിച്ചു. ശ്ലോകാർത്ഥം. കരുണാനിധിയായ ഈ നന്ദസുതൻ മറ്റാരും നാഥനായിട്ടില്ലാത്ത നമ്മളെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക, കഷ്ടം എങ്ങനെയാണ് നമ്മുടെ ഈശ്വരവിധി ഇങ്ങനെയായി തീർന്നത്. ഇപ്രകാരം അവർ അങ്ങയിൽ തന്നെ ഗതമാനസരായി വിലപിച്ചുകൊണ്ടേയിരുന്നു. ബലരാമനെയും ശ്രീകൃഷ്ണനെയും മധുരാനഗരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് അക്രൂരൻ വന്നിരിക്കുന്നത് എന്ന് കേട്ട ആ ഗോപസ്ത്രീകൾ അത്യന്തം വ്യസനിച്ചു. ചിലരുടെ മുഖമാകെ വാടി, ചിലർ മോഹാലസ്യത്താൽ നിബദിച്ചു, മറ്റു ചിലർ സമാധിയിലെന്ന പോലെ ഭഗവത് രൂപം ഹൃദയത്തിലേറ്റി യോഗീശ്വരന്മാരെന്ന പോലെ നിശ്ചേഷ്ടിതരായി.
മറ്റു ചിലർ ശ്രീകൃഷ്ണന്റെ മധുരമായ രൂപലാവണ്യത്തെ തന്നെ നിരൂപിച്ച് ഈ ദർശനമില്ലാതെ തങ്ങൾ എങ്ങനെ ഇനി കഴിയും എന്ന് ചിന്തിച്ച് ക്ലേശിച്ചു. അവർ കണ്ണീരൊലിപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് അവരുടെ ദൈവഗതിയെ പഴി പറഞ്ഞ് വ്യസനിച്ചു. ഹേ വിധാതാവേ, നിനക്ക് ആരെയും കുറിച്ച് ദയ കാണുന്നില്ലല്ലോ. അങ്ങ് ഓരോരുത്തരെ മറ്റൊരുത്തരുമായി യോജിപ്പിക്കുന്നു, പരസ്പരം സ്നേഹം ജനിപ്പിക്കുന്നു. പക്ഷേ ഫലം അനുഭവിക്കുന്നതിന് മുമ്പേ അവരെ വേർപിരിപ്പിക്കുന്നു. എന്താണിതിന്റെ അർത്ഥം? ഈ കണ്ണന്റെ മുഖാരവിന്ദത്തെ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ശേഷം അതിനെ പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത വിധം കർമ്മം ഹേ ദൈവമേ അങ്ങ് ചെയ്യുന്നുവല്ലോ. ഹേ കൃഷ്ണ, അങ്ങ് ഇപ്രകാരം ഞങ്ങളിൽ കാരുണ്യരഹിതനായിരിക്കുന്നുവല്ലോ. ഈ കണ്ണനിൽ അടിക്കടി സ്നേഹം നമുക്ക് വരുന്നതല്ലേയുള്ളൂ. നമുക്ക് ഈ കണ്ണനെ പിടിച്ചു നിർത്താം. ഈ അക്രൂരൻ തന്നെ എന്ത് ക്രൂരപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ഗോപശ്രേഷ്ഠകൾ ശ്രീകൃഷ്ണനെ ഹേ ഗോവിന്ദ, ദാമോദര, മാധവ എന്നിങ്ങനെ അഭിസംബോധന ചെയ്ത് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് വിലപിച്ചു. ഭാഗവതം ദശമസ്കന്ധം അധ്യായം 39 ശ്ലോകം 31 ശ്രദ്ധിക്കൂ. ഏവം ബ്രുവാണാ വിരഹാതുരാഭൃശം പ്രജസ്ത്രിയ കൃഷ്ണ വിഷക്തമാനസ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി. ശ്ലോകം 3. ചരമപ്രഹരേ പ്രതിഷ്ഠമാനക സഖപിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിതംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ഒരിക്കൽ കൂടി. ചരമപ്രഹരേ പ്രതിഷ്ഠമാനക സഖപിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ചരമ അവസാനത്തേതായ, പ്രഹരേ ബേരി യാമം, പ്രതിഷ്ഠമാന യാത്ര പുറപ്പെട്ട, സഹ പിത്ര നിജ മിത്ര മണ്ഡലൈശ്ച പിതാവിനോടും തന്റെ സുഹൃത്ത് സമൂഹത്തോടും കൂടി, പരിതാപഭരം താപഭാരത്താൽ പരിവൃതമായി ദുഃഖഭാരത്തോടെ, നിദംബിനീനാം ആ ഗോപസുന്ദരിമാരുടെ സമയിഷ്യൻ ശമിപ്പിക്കാനായി, വെമുജ പറഞ്ഞയച്ചു, സഖായം ഏകം ഒരു സഖാവിനെ, ഒരു സ്നേഹിതനെ. ശ്ലോകാർത്ഥം: നിശയുടെ അവസാന യാമത്തിൽ പിതാവിനോടും തന്റെ സുഹൃത്ത് സമൂഹത്തോടും കൂടി യാത്ര പുറപ്പെട്ട അവിടുന്ന് ആ ഗോപസുന്ദരിമാരുടെ ദുഃഖഭാരത്തെ ശമിപ്പിക്കാൻ ഒരു സുഹൃത്തിനെ പറഞ്ഞയച്ചു. ശ്ലോകം 4. അചിരാദുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീഃ അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതാ വധൂരകർഷീഃ. ഒരിക്കൽ കൂടി. അചിരാദുപയാമി സന്നിധിം വോ ഭവിതാ സാധുമയൈവ സംഗമശ്രീഃ അമൃതാംബുനിധൗ നിമജ്ജയിഷ്യേ ദ്രുതമിത്യാശ്വസിതാ വധൂരകർഷീഃ. അചിരാത് വൈകാതെ തന്നെ, ഉപയാമി ഞാൻ അടുത്തു വന്നുകൊള്ളാം, സന്നിധിം വോ നിങ്ങളുടെ സന്നിധാനത്തിൽ, ബബിധ സംഭവിക്കും, സാധു മയൈവ സംഗമശ്രീ എന്നോടുകൂടിയുള്ള സംഗമ സൗഖ്യം നന്നായി തന്നെ, അമൃതാംബു നിധൗ അമൃതസാഗരത്തിൽ, നിമജ്ജയിഷ്യേ നിമഞ്ജനം ചെയ്യിക്കാം, ദ്രുതം വേഗത്തിൽ തന്നെ, ഇതി ആശ്വാസിതോ ഇങ്ങനെ ആശ്വസിക്കപ്പെട്ടവർ ആയി, വധൂർ ആ വധൂജനങ്ങളെ, ആ ഗോപകുമാരിമാരെ, അകാർഷി ആക്കി തീർത്തു, ആശ്വസിപ്പിച്ചു. ശ്ലോകാർത്ഥം:
നിങ്ങളുടെ സമീപത്ത് ഞാൻ താമസിയാതെ വന്നു ചേരുന്നുണ്ട്. എന്നോടുകൂടിയുള്ള സംഗമസൗഖ്യം നന്നായി തന്നെ ഭവിക്കും. വേഗത്തിൽ അമൃതസാഗരത്തിൽ നിങ്ങളെ ഞാൻ ആമഞ്ജനം ചെയ്യിക്കാം എന്നിങ്ങനെ ആ ഗോപവധുക്കളെ അങ്ങ് ആശ്വസിക്കപ്പെട്ടവരാക്കി തീർത്തു. ഈ ഗോപികമാർ ഋഷിമാരുടെയും ദേവന്മാരിൽ ചിലരുടെയും അവതാരങ്ങളാണ്. അമ്പാടിയിലെയും വൃന്ദാവനത്തിലെയും ചരാചരങ്ങളെല്ലാം തന്നെ ശ്രീഹരി പരിപൂർണ സ്വരൂപനായി അവതരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഉടൻ ഭഗവാനെ സേവിക്കാൻ വിവിധ രൂപം പൂണ്ടവരാണ്. ആ ദേവതാംശജാനർക്ക് ഭഗവത് കാരുണ്യം മാത്രമേ ആവശ്യമായുള്ളൂ. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ ഗോപീവധുക്കളെ ഞാൻ അമൃതസാഗരത്തിൽ ആറാടിച്ച് ആനന്ദപരവശരാക്കുമെന്ന്. ഇത് യോഗചര്യയുടെ ദുഃഖസ്പർശമില്ലാത്ത അത്യന്താവസ്ഥ തന്നെയാകുന്നു. പരമമായ ആനന്ദ നിർവൃതി മോക്ഷം. ശ്ലോകം 5. സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരീക്ഷ്യമാണക മൃദു തദ്ദിശി പാതയന്നപാങ്കാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭുഗു. ഒരിക്കൽ കൂടി. സവിഷാദഭരം സയാജ്ഞമുച്ചൈഃ അതിദൂരം വനിതാഭിരീക്ഷ്യമാണക മൃദു തദ്ദിശി പാതയന്നപാങ്കാൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭുഗു. സവിഷാദഭരം വിഷാദഭാരത്തോടുകൂടി, സയാജ്ഞം അപേക്ഷയോടുകൂടി, ഉച്ചേർ ഉയരത്തിൽ പൊക്കത്തിൽ തലയുയർത്തി, അതിദൂരം വളരെ ദൂരം, വനിതാഭിർ വനിതമാരാൽ ഈക്ഷ്യമാണ വീക്ഷിച്ചുകൊണ്ടിരിക്കേ, മൃദു മൃദുവായി, കാരുണ്യപൂരിതനായി, തദ്ദിശി ആ ദിക്കിലേക്ക്, ഗോപവനിതകൾ നിൽക്കുന്ന ദിക്കിലേക്ക്, പാതയൻ പതിക്കുന്നവനായി, അപാങ്കാൻ കടക്കണ്ണോട്ടങ്ങളോടെ, സബലോ ബലരാമനോടുകൂടി, അക്രൂരരഥേന അക്രൂരന്റെ രഥത്തിൽ, നിർഗതോഭു നിർഗതനായി ഭവിച്ചു. ശ്ലോകാർത്ഥം. വിഷാദഭാരത്തോടെയും അപേക്ഷാഭാവത്തോടെയും തലയുയർത്തി ദൂരത്ത് മറയുന്നതുവരെ ഗോപസ്ത്രീകളാൽ നോക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ കാരുണ്യത്തോടെ ആ ഗോപകുമാരിമാർ നിൽക്കുന്ന ദിക്കിലേക്ക് കടക്കണ്ണെറിഞ്ഞുകൊണ്ട് ബലരാമനോടൊത്ത് അക്രൂരന്റെ തേരിൽ യാത്ര പുറപ്പെട്ടു. ശ്ലോകം 6. അനസാബകുലേന വല്ലഭാനാം മനസാ ജാനുഗതോധവല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയസീഃ. ഒരിക്കൽ കൂടി. അനസാബകുലേന വല്ലഭാനാം മനസാ ജാനുഗതോധവല്ലഭാനാം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയസീഃ. അനസാ ബഹുലേന അസംഖ്യമായ വണ്ടികളാൽ, വല്ലവാനാം മനസാ വല്ലവന്മാരുടെ ഗോപന്മാരുടെ മനസ്സുമായി, മനസാച്ച അനുഗതോ അഥ വല്ലഭാനാം ആ ഗോപകുമാരിമാരുടെ അനുഗമിക്കപ്പെടുന്ന മനസ്സുമായും, വനം ആ വനത്തെ, ആർത്തമൃഗം വിഷണ്ണവൃക്ഷം ദുഃഖിതരായ മൃഗങ്ങളോടും വിഷാദരായ വൃക്ഷങ്ങളോടും കൂടിയ, സമ അധീതോ പിന്നിട്ടവരായി കടന്നുപോയവരായി, യമുനാ തടിം അയാസി യമുനാ തീരത്തെ പിന്നീട് പ്രാപിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ അങ്ങനെ ഗോപന്മാരുടെ അനേകം വണ്ടികളാലും
ഗോപസ്ത്രീകളുടെ മനസ്സുകളാലും അനുഗമിക്കപ്പെട്ട ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങ് സങ്കടപ്പെടുന്ന മൃഗങ്ങളും വിഷാദിക്കുന്ന മരങ്ങളുമുള്ള വൃന്ദാവനത്തെയും പിന്നിട്ട് പോയി യമുനാ നദീ തടത്തീരത്ത് എത്തിച്ചേർന്നു. നേരത്തെ അമ്പാടിയിൽ നിന്ന് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് യാത്രയാകുമ്പോൾ വലിയ വണ്ടിയിൽ യശോദയുടെ മടിയിലിരുന്ന് ഗോപശ്രീകളുടെ ഭഗവത് കീർത്തനാലാപനവും പിന്നീട് പശുക്കളുടെയും കുളമ്പടി ശബ്ദവും വണ്ടികൾ നിരത്തിൽ നീങ്ങുമ്പോഴത്തെ മനോജ്ഞ ശബ്ദവും വൃന്ദാവനത്തിലേക്ക് ശ്രീകൃഷ്ണനെ അനുഗമിച്ചിരുന്നു. ആഹ്ലാദ തിമിർപ്പിന്റെ ആരവമെങ്ങും അലയടിച്ചു. അന്ന് വൃന്ദാവനമാകെ ഉദ്വേഗജനകമായിരുന്നു. മരങ്ങളും ലതകളും പൂത്തുലഞ്ഞ് സ്വാഗതമോതുകയായിരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയിലാണ്. ഗോപന്മാർ സഞ്ചരിക്കുന്ന കുറച്ച് വണ്ടികളും ദുഃഖാർത്തരായ ഗോപികളുടെ മനസ്സും മാത്രം ഭഗവാനെ അനുഗമിച്ചു. ആ വൃന്ദാവനമാകെ ശോകമൂകമായി. മൃഗങ്ങൾ ആർത്തരായി, വൃക്ഷലതാദികൾ വിഷണ്ണരായി. ഭഗവാൻ തന്റെ മനസ്സ് മറന്നുവെച്ച പോലെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് അക്രൂരന്റെ ആ രഥത്തിൽ യാത്ര തുടർന്നു. ശ്ലോകം 7. നിയമായ നിമജ്ജവാരിണി ത്വാം അഭിവീക്ഷാധരദേവി ഗാന്ധിനേയഃ വിവശോ ജനികിം നിദ്വം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. ഒരിക്കൽ കൂടി. നിയമായ നിമജ്ജവാരിണി ത്വാം അഭിവീക്ഷാധരദേവി ഗാന്ധിനേയഃ വിവശോ ജനികിം നിദം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. നിയമായ സ്നാനം ചെയ്യുന്നതിന്, കുളിക്കുന്നതിന്, മധ്യാഹ്ന വന്ദനത്തിനായി നിമജ്യ വാരിണീം ത്വാം, ആ അക്രൂരൻ ജലത്തിൽ മുങ്ങിയപ്പോൾ അങ്ങയെ ജലത്തിലും, അഭിവീക്ഷ്യ അഥ പിന്നെ കണ്ടിട്ട്, രഥേ അഭി പിന്നെ ഉയർന്നു നോക്കുമ്പോൾ അവിടെ രഥത്തിലും, ഗാന്ധിനേയ ആ അക്രൂരൻ, വിവശോ അജനി ആശ്ചര്യം കൊണ്ട് വിവശനായി ഭവിച്ചു. കിംനു ഇതം വിഭോ, ഹേ വിഭുവേ എന്താണിത്? തേനു ചിത്രം തു അവലോകനം സമന്താത്, അങ്ങയെ എല്ലായിടത്തും കാണുന്നുവല്ലോ, ഇത് ആശ്ചര്യമാണല്ലോ. ശ്ലോകാർത്ഥം. അക്രൂരൻ മധ്യാഹ്ന വന്ദനത്തിനായി യമുനാ നദിയിൽ കുളിക്കാൻ മുങ്ങി. അപ്പോൾ അവിടെ ജലത്തിൽ ഹേ കൃഷ്ണ അങ്ങയെ വീക്ഷിച്ചു. ഉയർന്നു പൊങ്ങി നോക്കുമ്പോൾ രഥത്തിലും അങ്ങയെ കാണുന്നു. അദ്ദേഹം ആശ്ചര്യം കൊണ്ട് വിവശനായി, സർവശക്തനായ ഹേ ഭഗവാനെ, അങ്ങ് എല്ലാ ദിക്കുകളിലും കാണപ്പെടുന്നത് ആശ്ചര്യകരമാണോ? ശ്ലോകം 8. പുനരേഷ നിമജ്ജ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഘപരീതമാലുലോകേ. ഒരിക്കൽ കൂടി. പുനരേഷ നിമജ്ജ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഘപരീതമാലുലോകേ. പുനർ ഏഷ നിമജ്ജ പുണ്യശാലി, പുണ്യശാലിയായ ആ അക്രൂരൻ വീണ്ടും മുങ്ങിയിട്ട്, പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ പരമപുരുഷനായ അങ്ങയെ അനന്തശായിയായി, അരി സുദർശനക്രം, കമ്പു ശംഖ്, ഗദ ഗദ, അംബുജൈ താമര എന്നിവയാൽ, സ്ഫുരന്തം പ്രശോഭിക്കുന്ന, സുരസിദ്ധ ഔഘപരീതം ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും സമൂഹത്താൽ ചുറ്റപ്പെട്ട്, ആലുലോകേ ആലോകനം ചെയ്യപ്പെട്ടു, ദർശിച്ചു. ശ്ലോകാർത്ഥം. ആ പുണ്യവാനായ അക്രൂരൻ വീണ്ടും ജലത്തിൽ മുങ്ങിയപ്പോൾ
അനന്തനാകുന്ന ശയ്യയിൽ ചക്രം, ശംഖ്, ഗദ, പങ്കജം എന്നിവയാൽ ശോഭിക്കുന്നവനും ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും സമൂഹത്താൽ ചുറ്റപ്പെട്ടവനുമായ പരമപുരുഷനായ അങ്ങയെ കണ്ടു. ആദ്യം ആ പരമഭക്തൻ ശ്രീകൃഷ്ണനെ ജലത്തിൽ ദർശിച്ചു. പിന്നെ കണ്ടതോ ചതുർബാഹുവും ശംഖ്, ചക്ര, ഗദ പത്മധാരിയായ സാക്ഷാൽ അനന്തശായിയെ തന്നെ. അപ്പോൾ ആദ്യമുണ്ടായ സംശയവും വൈവശ്യവും നീങ്ങി. പിന്നെ തത്വബോധം തെളിഞ്ഞു. ശ്ലോകം 9. സതദാ പരമാത്മസൗഖ്യസിന്ധൗ മിനിമഗ്നപ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ചകർഷസിന്ധോകോ അനുവൃത്യാ പുളകാവൃതോ യയൗ ത്വാം. ഒരിക്കൽ കൂടി. സതദാ പരമാത്മസൗഖ്യസിന്ധൗ മിനിമഗ്നപ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ചകർഷസിന്ധോകോ അനുവൃത്യാ പുളകാവൃതോ യയൗ ത്വാം. സ തഥാ പരമാത്മസൗഖ്യസിന്ധോ. അപ്പോൾ ആ അക്രൂരൻ പരമാനന്ദ സമുദ്രത്തിൽ, പരമാനന്ദ സുഖസാഗരത്തിൽ വിനിമഗ്ന പൂർണമായി മുഴുകി. പ്രണവൻ പ്രകാരഭേദേ പലപ്രകാരത്തിൽ സ്തുതിക്കുന്നവനായി. അവിലോക്യ പിന്നെ കാണാതായിട്ട്. പുനർച്ച പിന്നീട്. ഹർഷസിന്ധോർ ആനന്ദസാഗരത്തിന്റെ അനുവൃത്യ അനുധാവനം കൊണ്ട്, തുടർച്ച കൊണ്ട്. പുളകാവൃതോ രോമാഞ്ചാവൃതനായി. യയൗ ത്വാം അങ്ങയെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. അപ്പോൾ ആ അനന്തശായിയായ ശ്രീഹരിയെ കണ്ടപ്പോൾ ആ ക്രൂരൻ പരമാനന്ദമാകുന്ന സാഗരത്തിൽ വിനിമഗ്നനായിട്ട് ഭഗവാനെ നാനാപ്രകാരത്തിൽ പ്രണമിച്ച് സ്തുതിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആ പരമാനന്ദ സ്വരൂപത്തെ വീണ്ടും ദർശിച്ചതുമില്ല. എന്നാൽ ആനന്ദസാഗരാനുഭവം അനുവൃത്തമായി അനുഭവിച്ചു. പിന്നെ പുളകാവൃതനായി തേരിലിരിക്കുന്ന കൃഷ്ണന്റെ സാമീപ്യം പ്രാപിച്ചു. ശ്ലോകം 10. കിമു ശീതളിമാമഹാഞ്ജലേയത് പുളകോസൗ വിധി ചോദിതേന തേന അതികർഷനിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. ഒരിക്കൽ കൂടി. കിമു ശീതളിമാമഹാഞ്ജലേയത് പുളകോസൗ വിധി ചോദിതേന തേന അതികർഷനിരുത്തരേണ സാർദ്ധം രഥവാസീ പവനേശ പാഹി മാം ത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കിമു ശീതളിമാ മഹാഞ്ജലേ. ജലത്തിന് വലിയ തണുപ്പുണ്ടോ? യത് പുളകോ അസൗ ഇതി. അങ്ങ് പുളകിതനായിരിക്കുന്നുവല്ലോ എന്ന്. ചോദിതേന ചോദിക്കപ്പെട്ടവനായ. തേന അങ്ങയാൽ. ശ്രീകൃഷ്ണനാൽ. അതിഹർഷ നിരുത്തരേണ അതിഹർഷം മൂലം നിരുത്തരനായിട്ട്, ഉത്തരം പറയാനാകാത്തവനായിട്ട്. സാർദ്ധം കൂടി ചേർന്ന്. രഥവാസി രഥത്തിലിരിക്കുന്ന. ഭവനേശ ശ്രീ ഗുരുവായൂരപ്പ പാഹി മാം ത്വം അങ്ങ് എന്നെ കാത്തുരക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. വെള്ളത്തിന് തണുപ്പേറെയുണ്ടോ? ഇതാ അങ്ങ് കോരിത്തരിച്ചിരിക്കുന്നുവല്ലോ എന്നിങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചപ്പോൾ മുമ്പത്തേക്കാളധികം സന്തോഷവാനായിട്ട് ഉത്തരം പറയാൻ പറ്റാതിരുന്ന ആ അക്രൂരനോടുകൂടി രഥത്തിലങ്ങനെ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ എന്നെ അങ്ങ് കാത്തുകൊള്ളേണമേ. പവനേശ പാഹി മാം. പവനേശ പാഹി മാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.